ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് പാപപരിഹാര ദിനത്തിൽ അനുതാപം അത്യാവശ്യം ആണ്. അതിൻ്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. ദൈവം തൻ്റെ ജനത്തെ ലോകത്തിൻ്റെ അറപ്പുകളിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്നു. അവർ തൻ്റെ നിയമം പ്രമാണിക്കുന്നതിന് വേണ്ടിയാണ് അത്. അതിനാൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവൻ്റെ ക്രോധം അതിര് കവിയുകയാണ്. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ കാലം പൈശാചികമായ കാലമാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഓർക്കാറുള്ളത് പോലെ, നമ്മൾ പാടാറുള്ളത് പോലെയൊക്കെ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ട, ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സഭയുടെ നടുവിലൂടെയാണ് നാം അനുദിനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹത്തിലേക്ക് എങ്ങനെയാണ് മടങ്ങി വരുവാൻ കഴിയുന്നതെന്ന് നാം വളരെയേറെ കൂലങ്കഷമായി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, കൊക്കും മീവൽ പക്ഷിയും പെരുഞ്ഞാറിയും അതിൻ്റെ കാലമറിഞ്ഞ് മടങ്ങി വരുന്നു. ആയതുപോലെ നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ആയതുകൊണ്ട് എങ്ങനെയാണ് നാം മടങ്ങി വരേണ്ടത്? ആമീൻ. ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി, ജീവിതത്തിൻ്റെ തകർച്ചകൾ ഏറ്റുവാങ്ങി, ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റുവാങ്ങി, ജീവിതത്തിൻ്റെതായ പരാജയത്തിൻ്റെതായ പടുകുഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് പാപം മൂലം, രോഗം മൂലം, ജീവിതത്തിൻ്റെ അധാർമികത മൂലം എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ നാം ആയിരിക്കുമ്പോൾ ഇവിടെ ആവശ്യം നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാൻ, ദൈവസന്നിധിയിൽ നാം കടന്നു വരുവാൻ പ്രതിജ്ഞാബദ്ധരായി തീരുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ വസ്തുതയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് പാപപരിഹാരം സംഭവിക്കുന്നത്? സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ നമ്മുടെ ലംഘനങ്ങളെ, പാപങ്ങളെ പരിഹരിക്കുവാൻ ആ ക്രൂസിൻ്റെ അടിവാരത്തേക്ക് നാം കടന്നു വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ആ ക്രൂസിൻ്റെ അടിവാരത്തേക്ക് വരുവാൻ നാം ചെയ്യേണ്ടത് എന്താണ്? ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ മസാനാളിനെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഹൃദയ കാഠിന്യതകളെയെല്ലാം വിട്ടുതിരിഞ്ഞുകൊണ്ട് അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞടങ്ങിയിരുന്ന മടങ്ങി വരികയാണെങ്കിൽ, പാപപരിഹാരകനായി ക്രിസ്തു കാൽവറിയിൽ കുരുളർക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ പര്യാപ്തമാണെന്ന് ഇന്ന് പകൽക്കാലം നാം അറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പാപപരിഹാര ബലിയായി ക്രൂസിൽ സർവശക്തനായ കർത്താവ് യാഗമായി തീർന്നു. നമുക്കറിയാം, ക്രൂസിലെ 7 മൊഴികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ പര്യാപ്തമായ രക്തമാണെന്ന് ഇന്ന് പകൽക്കാലം ഉള്ളതുപോലെ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്.
ജീവിതത്തിൽ ഒരുപക്ഷേ ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവസ്നേഹത്തിൻ്റെ മാസ്മരികതയെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, ദൈവസ്നേഹത്തിൻ്റെ നിറവിനെ തിരിച്ചറിയാൻ കഴിയാതെ പാപത്തിൽ നാം മുങ്ങിത്താഴുന്നവരാണെങ്കിൽ പാപം ഒരു ദിവസം നമ്മയും കൊന്നുകളയും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആയതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. പാപപരിഹാര ശുശ്രൂഷയുടെ അന്തിമ ദൃശ്യങ്ങൾ പാവനമാണ്. അതിലടങ്ങിയിരിക്കുന്ന താല്പര്യങ്ങൾ സുപ്രധാനവും ഗൗരവമേറിയതുമാണ്. ന്യായവിധി ഇപ്പോൾ സ്വർഗീയ സമാഗമന കൂടാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര പെട്ടെന്ന് എന്ന് ആരും അറിയുന്നില്ല. അത് ജീവിച്ചിരിക്കുന്നവരുടെ വിചാരണയിലേക്ക് എത്തിച്ചേരും. പരിശോധനാ ന്യായവിധി സമാപിക്കുമ്പോൾ എല്ലാവരുടെയും അന്ത്യവിധി ജീവനോ മരണത്തിനോ ആയി നിശ്ചയിക്കപ്പെട്ടിരിക്കും. കർത്താവ് ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് അല്പം മുൻപ് കൃപാകാലം അവസാനിക്കും. ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ ആ കാലത്തെ സമയത്തെ ഉദ്ദേശിച്ച് പ്രകാരം പ്രസ്താവിച്ചു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേട്ട ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, തിരുനാമത്തിനായി സ്തോത്രം. തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ കടന്നു വരുന്നു. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ഞങ്ങൾ ദൂരത്തും ചാരത്തുമായി ശ്രമിച്ച എല്ലാവർക്കുമായി സ്തോത്രം. ഈ വചനം അവരുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കണം. കർത്താവ്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗത്തെ മാറ്റിയിരിക്കണം. കടഭാരങ്ങളുള്ളവർക്ക് അവരുടെ കടഭാരങ്ങളെ മാറ്റിയെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും താഴ്മയേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.